ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുഴകളെയും ജലാശയങ്ങളെയും കനാലുകൾ നിർമ്മിച്ച് കൂട്ടിയിണക്കിയ തീരദേശ ജലഗതാഗത മാർഗമായ കനോലി കനാൽ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചുവരുന്നു. മലബാർ ജില്ലാ കളക്ടറായിരുന്ന HB കനോലിയാണ് 1848 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കനോലി കനാൽ നിർമ്മിച്ചത്. കനോലി കനാൽ നവീകരണത്തിന്റെ ഭാഗമായി വെട്ടം, ചീർപ്പ്, തീണ്ടാപ്പടി പാലങ്ങൾ പുനർനിർമ്മിക്കാൻ തീരുമാനമായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊപ്ര, തേങ്ങ, ചകിരി തുടങ്ങിയവയ്ക്ക് കയറ്റുമതി ചെയ്തിരുന്നത് ജലഗതാഗത മാർഗം വഴിയായിരുന്നു. വെട്ടം ചീർപ്പിൽ തോണിക്ക് ചുങ്കം പിരിച്ചിരുന്നതായി പറയുന്നുണ്ട്. ഇത് 1961 വരെ നിലനിന്നിരുന്നതായാണ് പഴമക്കാർ പറയുന്നത്. തിരൂർ പൊന്നാനി പുഴയുമായും പൂരപ്പുഴയുമായും ബന്ധിപ്പിച്ച് ജലഗതാഗതം ഊർജിതമാക്കണമെന്ന അഭിപ്രായവും നിലവിലുണ്ട്. കടലോരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ടൂറിസം മെച്ചപ്പെടും. ചീരാങ്കടപ്പുറം മുതൽ വെട്ടം ചീർപ്പ് വരെയുള്ള തെരഞ്ഞെടുത്ത 9 പാലങ്ങളാണ് പൊളിച്ചുമാറ്റി നിർമ്മിക്കുന്നത്. നിലവിലുള്ള പാലങ്ങൾ ഉണ്ണിയാൽ പാലം, അതേപോലെ അരിക്കഞ്ചിറ പാലം, പറവണ്ണപ്പാലം അടക്കമുള്ള പാലങ്ങളടക്കം 9 പാലങ്ങളാണ് നമ്മുടെ ചീരാങ്കടപ്പുറം മുതൽക്ക് വെട്ടംചീർപ്പ് വരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാലങ്ങൾക്ക് പുതുക്കിപ്പണിയാൻ ഇതിൻ്റെ ഈ നവീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ദേശീയ ജലപാതയുടെ ഭാഗമായി 40 മീറ്ററാണ് പുഴയ്ക്ക് വീതി കൊടുക്കാൻ പോകുന്നത്. 40 മീറ്റർ പുഴയും 10 മീറ്റർ 5 മീറ്റർ പുഴയ്ക്ക് 2 സൈഡിലായി റോഡിൻ്റെ നടപ്പാതയുടെയും ആവശ്യാർത്ഥമുള്ള സ്ഥലവും അടക്കം 50 മീറ്റർ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. വെട്ടം പഞ്ചായത്തിൽ ജീർണാവസ്ഥയിലുള്ള വെട്ടം ചീർപ്പ്, തീണ്ടാപ്പടി പാലങ്ങളും ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. 20 മീറ്റർ വീതിയാണ് നിലവിൽ കനോലി കനാലിനുള്ളത്. 20 മീറ്റർ കൂടി വീതി കൂട്ടി 40 മീറ്റർ വീതി കൂട്ടും. ഇരുവശങ്ങളിലുമായി 5 മീറ്റർ വീതം റോഡും വരും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞു. വെട്ടം ചീർപ്പ്, തീണ്ടാപ്പടി പാലങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് MLA കുറുക്കുളി മൊയ്തീന്റെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വെട്ടം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നിരുന്നു. ശനിയാഴ്ച MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പാലങ്ങൾ സന്ദർശിക്കും. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കും. നടപടി പൂർത്തിയാവുന്നതോടെ നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്ക് കനോലി കനാൽ തിരിച്ചുവരും.